എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1600-ാം ദിവസത്തെ ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഈ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി IFPHന്റെ പ്രമുഖ വ്യക്തിത്വമായ ശ്രീ ഷാലു രാജന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി ലവേഴ്സ്, ഇന്ന് നാം ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത് IFPHന്റെ 1600-ാമത്തെ ദിനാഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായി തന്നെ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ IFPHന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ആദരണീയനായ ഇസ്മായിൽ സേഠ് സാറിനെയാണ്. നാളിതുവരെയായി IFPHനെ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഇസ്മായിൽ സേഠ് സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ നമ്മുടെ MLAയും ചീഫ് വിപ്പ് കൂടിയായിട്ടുള്ള ഡോക്ടർ N ജയരാജ് സാറിനെയാണ്. പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആയുഷ് സിസ്റ്റത്തിന് വേണ്ടി നല്ലതുപോലെ വാദിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ ആഘോഷ പരിപാടിയിലേക്ക് IFPHന്റെ പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ ആഘോഷ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ പ്രദീപ് CS, അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സോണീഷ് S പ്രഭാകരൻ, അതുപോലെ തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ഷർമദ് ഖാൻ, അതുപോലെ മലയാള മനോരമയിൽ സേവനമനുഷ്ഠിച്ചുകൊള്ളുന്ന ശ്രീ സുജിത് സാർ, കേരള കൗമുദിയുടെ തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിട്ടുള്ള ശ്രീ വിക്രമൻ S, ദൂരദർശനിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സലാഹുദ്ദീൻ സാർ, ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ IFPHനെ മികച്ച രീതിയിൽ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജി കുടിയാട് സാർ, അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ കിരൺജൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജിതി മനോജ്, ഏവരെയും ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഒരു യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹോമിയോപ്പതിക് ലവേഴ്സ്, യൂട്യൂബ് ലൈവിലൂടെയും മറ്റുമൊക്കെ ഏകദേശം 500-ൽ പരം ആളുകൾ നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ IFPHന്റെ പേരിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി ശ്രീ ഷാലു രാജൻ. അടുത്ത ഉദ്ഘാടന ചടങ്ങാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ജോയിൻ ചെയ്യണം തോന്നുന്നു. രാധാമണി മാഡം, സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് മാഡം. മാഡം എന്താണ് വിവരം കൊണ്ടോ മാഡം? രാധാമണി മാഡം കേൾക്കാമോ? നിയമസഭ തുറന്ന ദിവസം ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി മാഡം. കേറുകയാണ്. ഓക്കെ ശരി ശരി, ഇപ്പൊ കേറും. ഓക്കെ. ഈ 1600 ദിവസം എന്ന് പറയുമ്പോൾ ഇതിന് തുടക്കം കുറിച്ച ആളെ ഇന്ന് കിട്ടിയെന്നുള്ളതാണ്. നമ്മുടെ സലാഹുദ്ദീൻ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം ദൂരദർശൻ എഞ്ചിനീയർ ആണ്. ഹോമിയോപ്പതിക്ക് വേണ്ടി ഏറ്റവും അധികം അവിശ്വസനീയമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. സ്വന്തം ഹോണ്ട കാറ്, 10 ലക്ഷം രൂപയുടെ കാറ് ഹോമിയോപ്പതി അശാസ്ത്രീയമെന്ന് തെളിയിക്കുന്നവർക്ക് കൊടുക്കാം എന്ന് വെല്ലുവിളിച്ച, പാലക്കാട് ഒറ്റയ്ക്ക് ഒരു ബൈക്ക് റാലി നടത്തിയ, ലൈറ്റിംഗ് ലാമ്പ് എന്ന് ഹോമിയോപ്പതിക്ക് വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിളക്ക് തെളിയിച്ച IFPHന്റെ എല്ലാമായ സലാഹുദ്ദീൻ സാറാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പറയേണ്ടി വരും. ആരും ഇപ്പൊ മെനക്കെടുന്ന ഞാനും ഗീതയൊക്കെ ആയിരുന്നു പണ്ടെങ്കിലും.
എന്തായാലും ബഹുമാനപ്പെട്ട MLA ജോയിൻ ചെയ്ത് നമുക്ക് അതിനു മുമ്പായിട്ട് തന്നെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ആശംസ പറയാനായിട്ട് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപിനെ ക്ഷണിക്കുകയാണ്. ഇടയ്ക്ക് MLA വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് പോവാം. പ്രദീപ് ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ മനോജ്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഏറ്റവും ബഹുമാന്യരായ ഹോമിയോപ്പതി ഡോക്ടർമാർ, ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങള്, പ്രിയ സുഹൃത്തുക്കളെ, IFPH എന്ന സംഘടന 1600 ദിവസം സെമിനാർ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടത്തിയതിൻ്റെ ആഘോഷവേളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സംഘടനയും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു മഹത്തായ ഒരു കർമ്മം ഈ ഒരു സംഘടനയിലെ പ്രബുദ്ധരായ ഒരു ഡോക്ടർമാരുടെ കൂട്ടായ്മയിലൂടെ സാധ്യമായിരിക്കുകയാണ്. വലിയൊരു സക്സസ് ആണ്, വലിയൊരു വിജയമാണ്. സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരു വലിയൊരു ടാസ്ക് നിങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തിലുമുള്ള ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേഷൻ നൽകുക എന്ന് പറയുന്ന ഒരു മഹത് പ്രക്രിയയാണ് നിങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഏതു തരത്തിലുള്ള അറിവും വലിയ അറിവ് തന്നെയാണ്. ഗുഡ് നോളജ്, ബാഡ് നോളജ് എന്നൊരു സംഗതിയില്ല. ഏത് അറിവും നമുക്ക് നല്ലതാണ്. എനിക്ക് ഇത് അറിയില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ് മഹാനായ സോക്രട്ടീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്രൊഫഷൻ മെഡിക്കേഷൻ ആയാലും മെഡിക്കൽ പ്രാക്ടീസ് ആയാലും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായിട്ട് പഠനം ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ നോളജിനെ വർദ്ധിപ്പിക്കുന്നു, സ്കില്ലുകളെ വർദ്ധിപ്പിക്കുന്നു. ഡോക്ടറെ ഒരു മിനിറ്റ്, നമ്മുടെ MLA ജോയിൻ ചെയ്തിട്ടുണ്ട്. സംസാരം ആദരപൂർവ്വം കാഞ്ഞിരപ്പള്ളി MLA, കേരള നിയമസഭയിലെ ചീഫ് വിപ്പുമായ ഡോക്ടർ ജയരാജ് സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹോമിയോപ്പതി മേഖലയുടെ പ്രചരണത്തിനും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഞാൻ സത്യത്തില് ഈ മേഖലയുമായി ബന്ധപ്പെടാനായിട്ട് എനിക്ക് സന്ദർഭം ഉണ്ടായത് ഈ കഴിഞ്ഞ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലിൻ്റെ സെലക്ട് കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ചർച്ചയുടെ ഘട്ടത്തിൽ ഞാനന്ന് ഹോമിയോപ്പതി മേഖലയുടെ വിഷയങ്ങൾ അന്ന് എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പം അന്ന് സത്യത്തിൽ നമ്മുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ മേഖലയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അത് സെലക്ട് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതായാലും ആ കാര്യത്തിൽ അന്നുണ്ടായിരുന്ന കുറേ ആശങ്കകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് മാറ്റിയെടുക്കാൻ, നിങ്ങളുടെയൊക്കെ ആശങ്കകൾ മാറ്റിക്കൊണ്ട് ഈ ഹോമിയോപ്പതി മേഖല ചെയ്യുന്ന വലിയ സേവനങ്ങളെ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്താൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വലിയ സഹകരണത്തിൻ്റെയും സപ്പോർട്ടിൻ്റെയും നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം ഈ മേഖലയിൽ ഇന്ന് ആരോഗ്യരംഗത്ത് വിവിധ തരത്തിലുള്ള വിവിധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഹോമിയോപ്പതി മേഖലയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾ ആ മേഖലയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈ അത്തരം ചികിത്സാ സമ്പ്രദായത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും ആ രംഗത്ത് അവരുടേതായ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കൊക്കെ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സെമിനാറുകളിലൂടെ കുറേ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഏതാണ്ട് 1500ഓളം ഇതുപോലുള്ള യോഗങ്ങൾ, സെമിനാറുകൾ ഒക്കെ തന്നെ നിങ്ങൾ നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രംഗത്തുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ അത് പരസ്പരം പങ്കുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആരോഗ്യരംഗത്തെ ഏത് ചികിത്സാ സമ്പ്രദായത്തിലാണെങ്കിലും ഈ പുതിയ പ്രവണതകളെയും പുതിയ കാഴ്ചപ്പാടുകളെയും പ്രത്യേകിച്ച് പുതിയ രോഗങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് സത്യത്തിൽ. നമ്മുടെ പരമ്പരാഗതമായ ചികിത്സാ രീതിയിൽ നിന്ന് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഹോമിയോപ്പതി മേഖലയും തയ്യാറാക്കി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രംഗത്ത് നിങ്ങൾ തമ്മിലുള്ള പരസ്പരമായ സംവാദങ്ങളും
ചർച്ചകളും ആശയ സംവാദങ്ങളും ഈ രംഗത്ത് ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കേവലമായി നമ്മുടെ ഒരു ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ഞാനിതിൻ്റെ ചില പ്രവർത്തനങ്ങൾ വീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഇത് കേവലം ആരോഗ്യ ചർച്ചകൾ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ കൂടി ഒരു മേഖലയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ പല ആളുകളുടെയും ജന്മദിനങ്ങൾ, അവരുടെ ചരമദിനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ തന്നെ നമ്മുടെ ഈ സെമിനാറിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായി നടപ്പാക്കുന്നു എന്നുള്ളതും നമുക്ക് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം സാംസ്കാരിക പ്രവർത്തനങ്ങളും ഈ രംഗത്ത് നടക്കുന്നു, അതിന് നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഹോമിയോപ്പതി രംഗത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അന്ന് ഈ കോവിഡിന് ചികിത്സ മാത്രമല്ല, കോവിഡ് അന്ന് ആ മഹാമാരിയെ അന്ന് നേരിടാൻ വേണ്ടി ഹോമിയോപ്പതി രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖല നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും ആ രോഗത്തിൻ്റെ ആ ഒരു തീഷ്ണതയിൽ നിന്ന് പ്രതിരോധം ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം ചികിത്സ മാത്രമല്ലല്ലോ, രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുകയും അതിൻ്റെതായ വലിയൊരു പ്രവർത്തനം യഥാർത്ഥത്തിൽ രംഗത്തുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായിട്ടും നൂതനമായ പ്രവണതകളെ ഞാനതാണ് ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്ത് പുതിയ പ്രവണതകൾ, പുതിയ സാഹചര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഗവേഷണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ഏത് രംഗത്തുള്ള ചികിത്സാ സമ്പ്രദായത്തിനും പരസ്പരമായി പങ്കുവെക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ആരോഗ്യസ്ഥിതിയെയും ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെയും ഒക്കെ തന്നെ കൂടുതൽ ഗൗരവമായി കാണാനും അതിന് കൂടുതൽ ഊർജം നൽകാനും തീർച്ചയായിട്ടും കഴിയും. അതിനൊരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ രാധാമണി എന്നോട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വളരെ വ്യക്തിപരമായി ഞങ്ങൾ ഒരു കുടുംബ സുഹൃത്തുക്കൾ കൂടിയാണ്, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ യാത്രയിലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്, എങ്കിലും ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ഇതിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ രംഗവുമായി ജനപ്രതിനിധികളെന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായി എപ്പോഴും പുതിയ പ്രശ്നങ്ങൾ ആവിർഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം നിർദ്ദേശങ്ങൾ എപ്പോഴും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകണതിന് സർവാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു. ആ രംഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇടപെടാനായിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറെ സന്തോഷമുണ്ട്. ഈ ഇത്തരം ക്രിയാത്മകമായ ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ആരോഗ്യ രംഗത്തെ വിദഗ്ധന്മാരും ജനപ്രതിനിധികളും സമൂഹവുമായി എപ്പോഴും നിരന്തരമായ ഒരു സമ്പർക്കം നമുക്കൊരാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് കടന്നു പോകുന്നത്. കാരണം പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് അവതരിപ്പിക്കേണ്ട മേഖലകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരം ചർച്ചകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളെ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ നിരന്തരമായ സമ്പർക്കത്തിലൂടെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ നല്ല നിലയിൽ എനിക്ക് തോന്നുന്നു, വളരെ ഞാൻ മനസ്സിലാക്കുന്നത് 1500 എപ്പിസോഡുകൾ ഇപ്പം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1600 അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് മുൻപോട്ട് പോകുന്നതാണ് ഡോക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. അതിന് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നിരന്തരമായ സമ്പർക്കത്തിലൂടെ ഈ മേഖലയുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനും അതിനുവേണ്ടിയുള്ള നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എപ്പോഴും അറിയുവാനും ആഗ്രഹമുണ്ട്. അതിന് എല്ലാവിധ സപ്പോർട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ കുടുംബത്തിലെ ഹോമിയോപ്പതി കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ഈ വൈകിയ വേളയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ആശയവിനിമയം നടത്തേണ്ട ഒരു ഘട്ടമാണ്. ഏറെ ഔപചാരികമായി ഇതിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട്
ഈ മേഖലയുടെ ഇനിയും കൂടുതൽ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ ഹോമിയോപ്പതി മേഖല. ഒരുപാട് ആളുകൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഹോമിയോപ്പതിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ, അതിൻ്റെ വിശ്വസനീയത വളരെയേറെ വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മകൾക്ക് കഴിയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും ഭാവങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി നമ്മുടെ ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. അങ്ങ് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ട്. സമ്പർക്കം എല്ലാ പേരുമായി വേണം എന്നുള്ളതിന് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. എല്ലാ നിലത്തിലുള്ള ആൾക്കാരുമായി ഹോമിയോപ്പതി സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഞാൻ അങ്ങയുടെ മണ്ഡലത്തിൽ 4 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. പള്ളിക്കത്തോട് പഞ്ചായത്തിലായിരുന്നു. അപ്പൊ അന്ന് അറിയാം. ശരി. മാത്രമല്ല അങ്ങയുടെ പിതാവിന്റെ പഴയ സുഹൃത്ത് ഇവിടെ ഉണ്ട്, പരീസ് ബാവഖാൻ സാറ്. സാറിന്റെ നാട്ടുകാരനാണ്. അതെ, അങ്ങനെ ഇവിടുത്തുകാരനല്ലേ? അതെ, ഇവിടെ ഉണ്ട് സാർ. പരീസ് സാർ, പരീസ് സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാറേ, ഞാന് കോട്ടയം DRDയിലെ ഡോക്ടർ നമസ്കാരം. ഡോക്ടറല്ല, ഞാനൊരു സാധാ ആളാണ്. ഞാൻ DRDയിൽ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു കോട്ടയത്ത്. അപ്പൊ അന്നാണ് ഞാൻ വീഡിയോ ആയിരുന്നു. അപ്പോഴ് നാരായണക്കുറുപ്പ് സാറുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. സാറിനെ ഞാൻ 1-2 ഫംഗ്ഷനിൽ വെച്ച് കണ്ടിരുന്നു. വിനയ് സാറിനെ കണ്ടിരുന്നു. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു സംഗതി വളരെ ആപ്റ്റായിട്ട് ഒരാളാണ് ഇത് കടന്നു വരുന്നത് പറയുന്നത്. ഞാൻ ഈ രാജ്യക്കാരനാണ്. ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അതെ, ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു ദിവസം ബന്ധപ്പെട്ട സാർ, ഞാൻ വരാം ഒരു ദിവസം കാണാൻ. എന്റെ നമ്പർ ഡോക്ടർക്ക് അറിയാം. ഞാൻ ഡോക്ടറെ വീട്ടിലിടയ്ക്കിടയ്ക്ക് എനിക്ക് എളുപ്പമാണ്. ഗവൺമെന്റ് ഡയറി ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. സന്തോഷം. താങ്ക് യു. ഓക്കെ സാർ. അപ്പൊ സാറ് പറഞ്ഞ പോലെ സമ്പർക്കങ്ങൾ സാർത്ഥകമാകട്ടെ. എന്തായാലും പങ്കെടുത്ത് നന്ദിയുണ്ട്. അങ്ങേക്ക് തുടരാൻ കഴിയുമെങ്കിൽ തുടരുക, അല്ലെങ്കിൽ എനിക്കറിയാൻ തിരക്കാണ്. ഞാൻ വരുന്ന വഴിയാണ്, ഓൺ ദ വേയിലാ. അപ്പം ഇടയ്ക്ക് ഞാൻ നിർത്തി കേറിയതാ. അപ്പൊ എനിക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറുകയും വേണം. അപ്പം ശരി സാർ, വളരെ നന്ദി സാർ. താങ്ക് യു. ഡോക്ടർ പ്രദീപ്, നമുക്ക് തുടരാം. അൺമ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു ഡോക്ടർ മനോജ്. ജയരാജ് സാർ, നമസ്കാരം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുകയാണ്. കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കുവാൻ പറ്റും, സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും, പ്രൊഫഷണൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും IFPH ആ ഒരു മേഖലയിലൂടെയാണ് ഈ സെമിനാറുകൾ നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഇൻ മെഡിക്കൽ പ്രൊഫഷൻ വലിയൊരു ക്വാണ്ടം ജമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം റിസർച്ച് പേപ്പറുകൾ വരുന്നുണ്ട്. അതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ, ഓരോ ദിനവും ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നു, രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. ലാബ് ടെസ്റ്റുകൾ, പഴയ ടെസ്റ്റുകൾക്ക് പകരം പുതിയ ടെസ്റ്റുകൾ ആണ് ഉള്ളത്. ഇതിനെ പറ്റിയുള്ള ഒരു നോളജ് തീർച്ചയായിട്ടും കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ആർജിക്കാവുന്നതാണ്. അതുപോലെ പുതിയ രോഗ കണ്ടീഷൻ, നമ്മൾ കൊറോണയെ പറ്റി സാറ് പറഞ്ഞ് സൂചിപ്പിച്ചല്ലോ. നമുക്ക് ആർക്കും തന്നെ അറിവില്ലാത്ത ഒരു പുതിയ രോഗം വന്നപ്പോൾ അതിന്റെ മുന്നിൽ നമ്മൾ വളരെയും പകച്ചുപോയ ചില നിമിഷങ്ങളുണ്ട്. അപ്പൊ അതിൽ കൂട്ടായ ഒരു പ്രവർത്തനം ആ സമയത്ത് നമ്മൾ മോഡേൺ മെഡിസിനുമായി ചേർന്ന് നടത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നതിനെ പറ്റി കൃത്യമായ മാർഗരേഖ ഹോമിയോപ്പതിയിൽ ഉണ്ട് എന്ന് ഉള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതിയ ഹെൽത്ത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ രോഗകാരണങ്ങൾ പലതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് ആശയ സംവേദനത്തിലൂടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ CMEകൾക്ക് സാധിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പുതിയ ബുക്കുകളെ കുറിച്ചുള്ള പരിചയം, നോളജ് വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി ഇറങ്ങുന്ന പുതിയ ബുക്കുകൾ, അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള പ്രാക്ടീസ്, ഹോമിയോപ്പതി പ്രാക്ടീസ് മറ്റ് 100-ലധികം രാജ്യങ്ങളിലുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അവിടെ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം CMEയിലൂടെയാണ്.
മറ്റ് സിസ്റ്റംസ് എങ്ങനെയാണ്, മറ്റ് ആയുർവേദ മോഡേൺ മെഡിസിനൊക്കെ ഓരോ രോഗങ്ങളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അവരുടെ അപ്രോച്ച് എന്താണ്, അത് മനസ്സിലാക്കുവാനും നമ്മുടെ ആളുകൾക്ക്, കമ്മ്യൂണിറ്റിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. എന്തായാലും നമ്മുടെ ലോകം ഇപ്പോൾ വൺ ഹെൽത്ത് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും, ആനിമൽ ആൻഡ് എൻവയോൺമെന്റിനെ മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് യൂണിവേഴ്സൽ ആയിട്ട് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അപ്രോച്ചിലേക്ക് ഹോമിയോപ്പതിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അത് ലാക്കാക്കി വേണം നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗവൺമെന്റിന്റെ പോളിസിയും ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷനിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന് നെൽസൺ മണ്ടേലയുടെ വാക്കുകളോടുകൂടെ ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ പ്രദീപ്. കൊല്ലം DMO ആണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് DMOമാരുള്ള നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ആണ്. അതിലൊന്നാണ് ഡോക്ടർ പ്രദീപ്. നമുക്ക് അടുത്തതായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസർ സോനിഷ് സാറിനെ ക്ഷണിക്കാം. സോനിഷ് സാറേ, സംസാരിക്കാമോ? നമസ്കാരം. കേൾക്കാവോ സാറേ? കേൾക്കാം. പ്രിയപ്പെട്ട ഹോമിയോ ഡോക്ടേഴ്സ്, മറ്റ് സുഹൃത്തുക്കളെ, ബാക്കി ഇതിൽ ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം അറിയിക്കുന്നു. ഇപ്പോൾ IFPH ന്റെ 1600 വെബ് സീരീസിന്റെ ആശംസ പറയാനാണ് ഞാൻ വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 1600 വെബിനാർ ഈ സംഘടനയ്ക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ ഹോമിയോപ്പതിയുടെ ചികിത്സാ സമ്പ്രദായത്തിന് പ്രചരണം നൽകുകയും അത് ഹോമിയോപ്പതി ചികിത്സ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത്, അതും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1600 എപ്പിസോഡ് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി എന്നുള്ളത് മാത്രമല്ല, ഹോമിയോപ്പതിയെ പറ്റിയുള്ള അറിവുകൾ സാധാരണക്കാരിലേക്കും ഹോമിയോ ഡോക്ടേഴ്സിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊറോണ അതുപോലെയുള്ള കാലഘട്ടത്തിൽ ഹോമിയോപ്പതി ഡോക്ടർമാര് ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. അപ്പോൾ അത് മാത്രം മറ്റ് ആയുർവേദം, മോഡേൺ മെഡിസിൻ അതിനോട് ചേർന്ന് ഹോമിയോപ്പതി ആയിരുന്നാലും ഹോമിയോപ്പതി ഒരുപാട് ഗുണങ്ങൾ, സാധാരണ ലോ കോസ്റ്റ് മെഡിസിൻ ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്തു. മാത്രമല്ല IFPH കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനിലൂടെ ഹോമിയോപ്പതി ചികിത്സയുടെ പറ്റിയുള്ള കാര്യങ്ങളും അതിന്റെ പുതിയ ഇൻവെസ്റ്റിഗേഷൻസ്, പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ, പുതിയ ഡയഗ്നോസിസ് എല്ലാം ബാക്കി ജനങ്ങളിലേക്കും ഹോമിയോ ഡോക്ടേഴ്സിലും ബാക്കിയുള്ളതിലേക്ക് എത്തിക്കുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഇനിയും ഇത് തുടരണമെന്നും ഇനി അത് മാത്രമല്ല, നമ്മളെ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലാതെ തന്നെ വളരെയധികം സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇത് IFPH നടത്തുന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കൂടെ സിലബസ് പരിഷ്കരണം, ഹോമിയോപ്പതിയുടെ സിലബസ് പരിഷ്കരിക്കുകയും പുതിയ ഇൻവെസ്റ്റിഗേഷനെ പറ്റി സ്റ്റുഡൻസിലേക്കും ഡോക്ടർമാരിലേക്കും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതും വളരെ നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ 1600 വെബിനാർ സംഘടിപ്പിച്ച് ബാക്കി ഹോമിയോപ്പതിയെ കുറിച്ചുള്ള സംശയങ്ങളും ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനും പ്രചരണത്തിനും വേണ്ടി ഈ സംഘടന നടത്തുന്ന പ്രചരണങ്ങൾ ഇനിയും തുടരണമെന്നും ഇത് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അറിവുകൾ ബാക്കിയുള്ളവരിലേക്ക് നൽകണമെന്നും ഈ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടരണമെന്നും ഈ 1600 വെബിനാറിലേക്ക് എന്നെ ആശംസ പറയാനനുസരിച്ച മനോജ് ഡോക്ടർക്കും ബാക്കിയുള്ള എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ വ്യക്തികളോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഇത് വളരെ നന്നായിട്ട് പോകുന്നതിന് ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അതായത് കോവിഡ് സമയത്ത് സാറ് തന്നെ ആഴ്സനിക് ആൽബം ഉപയോഗിക്കുകയും പലർക്കും കൊടുക്കുകയും ചെയ്യുകയും അതിന്റെ ഫലം അറിഞ്ഞ ഒരാൾ കൂടിയാണ്. അങ്ങനെ കടപ്പാട് നമുക്ക് സാറിനോടുണ്ട്. ഹോമിയോപ്പതി, അത് ഫാർമക്കോളജിയിലെ ഒരാൾ ഹോമിയോപ്പതി പഠിച്ച് മനസ്സിലാക്കി എന്നുള്ളതും വളരെ സന്തോഷമാണ്. ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ എല്ലാവരും തമ്മിൽ സമ്പർക്കം പുലർത്തുക, പരസ്പരം ഭാവം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വളരെ സന്തോഷം. നമുക്ക് അടുത്തായിട്ട് ഹോമിയോപ്പതി, നേരത്തെ പറഞ്ഞ പോലെ IFPHന്റെ എല്ലാമായ തുടക്കക്കാരനായ അവിശ്വസനീയമായ ഒരു വ്യക്തിത്വമായ സലാഹുദ്ദീൻ സാറിന് ക്ഷണിക്കുകയാണ്. സലാഹുദ്ദീൻ സാറ്, അൺമ്യൂട്ട് ചെയ്യാം സാർ. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമുണ്ട് 1600 എപ്പിസോഡിലേക്ക് വന്നത്. സാർ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? സാർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ഏതായാലും മനോജ് സാർ നിരന്തരം എന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്റെ സമയത്തിരക്ക് കാരണം വരാനേ കഴിയുന്നില്ല.
ഇടയ്ക്കൊരു എപ്പിസോഡിൽ ഞാനൊരു മെസ്സേജ് കൊടുത്തെങ്കിലും അതിന്റെ ദൈർഘ്യത്തിന്റെ പ്രശ്നം കാരണം ധനീഷ് ഡോക്ടർക്ക് അത് കൊടുക്കാനും കഴിഞ്ഞില്ല. ഏതായാലും കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ യൂട്യൂബ് ഉള്ളതുകൊണ്ടെല്ലാം അറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ MLA പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് IFPH അഭിമാനിക്കാൻ കഴിയുന്നത് ആ കാര്യം കൃത്യമായി ചെയ്യുന്ന ഒരേ ഒരു സംഘടന ഇപ്പം IFPH ആണ്. കാരണം മറ്റുള്ള സംഘടനകൾ ഒരുപക്ഷെ ഡോക്ടേഴ്സിന്റെ സംഘടനകൾക്ക് അത് കഴിഞ്ഞത് വരില്ല. അത് തന്നെയാണ് കാരണം നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം ഇത് ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ആംഗിളിൽ പോകുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം. അപ്പം അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകിച്ചും മോഡേൺ മെഡിസിന്റെ ആ ഒരു ബാഹുല്യത്തിൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ സമ്പർക്കം, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് പബ്ലിക്, അത് വളരെ പ്രധാനമാണ്. അപ്പം ഇതിലൂടെ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ്. ഇതില് സാംസ്കാരിക നായകന്മാരുടെ പരിപാടികൾ, അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, മറ്റ് വിഷയങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പം MLA കൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അത് തന്നെയായിരിക്കും. കാരണം ലിങ്കിങ് എന്നുള്ള ഏറ്റവും നല്ലൊരു ഉപാധി ജനങ്ങളിലേക്ക്, പൊതു വിഷയങ്ങളിലേക്ക് കൂടെ നമ്മൾ പോകുക എന്നുള്ളതാണ്. ഇപ്പം CMEക്ക് കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷന് ഒരുപാട് വേദികളുണ്ട്. നമ്മളെ പല മെഡിക്കൽ സംഘടനകൾ, ഡോക്ടേഴ്സിന്റെ സംഘടനകൾ വളരെ കൃത്യമായിട്ട് അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇല്ലാത്തത് ഈ ഇന്ററാക്ഷൻ വേദിയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ IFPH വിജയിച്ചു എന്ന് തന്നെ പറയാം. ഓരോ എപ്പിസോഡും മാത്രമല്ല ഇപ്പോഴും ഈ യൂട്യൂബ് വഴി പിന്നെ സബ്സ്ക്രിപ്ഷനും മറ്റും ഉള്ളതുകൊണ്ട് അത് ഇതിൽ പാർട്ടിസിപ്പൻസ് ഒരു പക്ഷേ 2 കൗണ്ട് ആയിരിക്കാം, എങ്കിൽ പോലും അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു നല്ല കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഇതിന്റെ ഒരു 1% എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ സമ്മതിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിരന്തരമായിട്ട് ഇത് കൊണ്ടുപോകുന്ന എല്ലാ ഡോക്ടേഴ്സും, മനോജ് ഡോക്ടറായാലും ധനീഷ് ഡോക്ടറായാലും എല്ലാ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സും, പിന്നെ ഇപ്പോഴും ഞാൻ സെക്കൻഡ് ജനറേഷനും ഇസ്മായിൽ സൈഡ് സാർ യഥാർത്ഥത്തിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയും, പക്ഷെ പ്രവൃത്തി കൊണ്ട് പുള്ളി തേർഡ് ജനറേഷൻ. ആ രീതിയിൽ ഒരു കർമ്മ നിരതനായ ഒരു മഹത് വ്യക്തിയുടെ കൂടെ ഉള്ളപ്പോൾ, പിന്നെ ജോസ് ഐസക് സാറിനെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ഫിഗർ, ഷാജി കൂടിയാട്ട്, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശരിക്കും ഇത് കുറച്ചുപേരുടെ ഒരു എഫർട്ടാണ്, എങ്കിൽ പോലും അതൊരു വലിയ ഒരു റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി സൈഡിൽ ചിന്തിക്കുമ്പോൾ ഇന്നും ഗ്ലോബൽ റീച്ച് നമ്മൾ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ 4% ആണ് എന്നുള്ളതാണ്. അപ്പം ഈ 4% ശരിക്കും ഒരു 8% ആയാൽ പോലും ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം ഈ കോവിഡ് ശരിക്കും ഹോമിയോപ്പതി ഇവിടെ വൈറൽ ഡിസീസിനെ കൈകാര്യം ചെയ്തതിന് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ഒരു അധികാരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയിലെ കോവിഡിന്റെ സ്ഥിതി ആ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും എനിക്ക് 100% ഉറപ്പാണ്. നിർഭാഗ്യവശാൽ ആ സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും അത് ഡൊമിനൻസ് മരുന്നില്ലാത്ത ഒരു സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഞാനൊരു 10-20 വർഷമായിട്ട് ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഹോമിയോപ്പതിയുടെ ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ച് കുറച്ചുനാൾ മുമ്പേ ഹോമിയോപ്പതി ഒരു വിശ്വാസമായിരുന്നു. ഇന്നതൊരു സയൻസ് ആണ് കൃത്യമായിട്ട്. കാരണം സയൻസ് എവിടെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടോ, ഇന്നത്തെ സ്റ്റേജ് ഏതാണ്, ആ സ്റ്റേജ് നിന്നുകൊണ്ട് അതിന്റെ കഴിവ് വെച്ചിട്ട് ഹോമിയോപ്പതിയെ ഡിഫൈൻ ചെയ്യാൻ മോഡേൺ സയൻസിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും മോഡേൺ സയൻസ് വളർന്നാലേ എക്സാക്ട്ലി വാട്ട് ഈസ് ദ പ്രോസസ്, ഹോമിയോപ്പതിയിൽ എന്താണ് സംഭവിക്കുന്നത്, മരുന്ന് എങ്ങനെയാണ് ശരിക്കും സെല്ലുകൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളത്, തിരിച്ച് മാറ്റം വരുന്നു എന്നുള്ളത് ഇൻവിട്രോ സ്റ്റഡീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് സംശയമൊന്നുമില്ല. മാത്രമല്ല ഹോമിയോപ്പതി പ്ലാസിബോ ആണെന്നുള്ള പഴയകാല ആരോപണങ്ങൾക്ക് തീരെ വിലയില്ല. കാരണം അത് വെറ്റിനറിയിലും അഗ്രികൾച്ചറിലും വളരെ നല്ല സക്സസ് തന്നുകൊണ്ടിരിക്കുകയാണ്. വെറ്റിനറി കോളേജിൽ അതിന്റെ കോഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ ഇത് അൺസയന്റിഫിക് എന്നോ സൂഡോ സയൻസ് എന്നുള്ള ആ പ്രസ്താവനകൾക്ക് ഇന്നിപ്പോൾ ഒരു പ്രസക്തി ഇല്ലാതായ ഒരു കാലഘട്ടം. ആ ലെവലിലേക്ക് ഹോമിയോപ്പതി എത്തിയിട്ടുണ്ട്. ഒരു പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ മോഡേൺ സയൻസ് വളർച്ച തന്നെയാണ്. കാരണം ലാബുകളിൽ കോശങ്ങൾ, ജൈവ കോശങ്ങൾ, ലൈവ് കോശങ്ങൾ എടുത്ത് വെച്ചിട്ട് ഹോമിയോ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കോശങ്ങളിലെ അതിന്റെ പ്രോപ്പർട്ടീസിന് മാറ്റം വരുന്നെങ്കിൽ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെളിയിക്കാനർത്ഥം ഈ മരുന്നില്ല എന്ന് ആരോപിക്കപ്പെടുന്ന ഈ ഡൈലൂട്ട്, അതായത് ഹോമിയോപ്പതി മെത്തേഡിലൂടെ ഡൈലൂട്ട് ചെയ്ത മരുന്നിന് ആക്ച്വലി പവർ ഉണ്ടെന്നുള്ളത്.
ഹൗ ദ വർക്ക് എന്നുള്ള ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഒരു നോബൽ പ്രൈസ് ക്വസ്റ്റ്യൻ ആണ്. അതങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. ഏതായാലും ഹോമിയോപ്പതിയുടെ വളർച്ചയിൽ 1% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനെ ഇത്തരത്തിൽ ലൈവായി കൊണ്ടുപോകുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇനിയും വിജയകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സാർ, നന്ദി എല്ലാവർക്കും. നമസ്കാരം. വളരെ നന്ദി. 1% സാറ് ചെയ്ത്, ശരിക്കും പറഞ്ഞാല് ആ 2020 കോവിഡ് തുടങ്ങിയ സമയത്താണ് സാറിന് എന്നെ ഒരിക്കൽ സാറിന് വിളിച്ച ഓർമ്മയുണ്ട്. IFP നമുക്കൊരു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് പിന്നെ വളർന്ന് ഇപ്പൊ 1600 ദിവസമായി, 3 സെഷനായി, 65 രാജ്യങ്ങളിലായി ചരിത്രം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു ഇതിലേക്ക് എത്തും എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ഷണിക്കാനുള്ളത് ഡോക്ടർ ഷർമദ് ഖാൻ ആണ്. വർക്കല ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഷർമദ് ഖാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടക്കൽ അല്ലെങ്കിൽ വൈദ്യരത്നം മൂസ് ആ തലമുറ കഴിഞ്ഞാല് ഹോമിയോപ്പതി ആയുർവേദത്തെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ ഷർമദ് ഖാന്റെ സുഹൃത്തു കൂടിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. ഡോക്ടർ ഷർമദ് ഖാൻ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. ശബ്ദം പുറത്തു വരുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇസ്മായിൽ സേർ സാർ, ഡോക്ടർ മനോജ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മനോജ്, ഉദ്ഘാടകൻ ആയിട്ടുള്ള ജയരാജൻ സാർ MLA, അതുപോലെ DMO പ്രദീപ് സാർ, ആശംസാ പ്രാസംഗികർ, ഡോക്ടർ സോണിഷ് പ്രഭാകരൻ, മാധ്യമ സുഹൃത്തുക്കൾ, ഹോമിയോ സ്നേഹികൾ, മറ്റു ഡോക്ടർമാർ, പ്രിയമുള്ളവരെ, IFPHന്റെ 1600 ദിനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള, വളരെ ആൾക്കാരെ കൈപിടിച്ചുയർത്തുവാൻ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ള ദിനങ്ങളായിരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മനോജ് വളരെ കർശനക്കാരനായതുകൊണ്ട് തന്നെ എന്നെ അധികം സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ വില്യം ഓസ്ലർ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഞാൻ കടമെടുക്കുന്നു. ഭാവിയിൽ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യത്തിന് മനുഷ്യൻ മാത്രമാണ് മരുന്ന് കഴിക്കാനുള്ള ആവേശം കാണിക്കുന്ന ജീവികൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പൊ കാണുന്നത്. അപ്പോൾ ഈ 1600 ദിനങ്ങളിലും മരുന്ന് മാത്രമാണോ ആരോഗ്യം നൽകുന്നത് എന്ന് ഒരു പുനർവിചിന്തനം നടത്തുവാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പച്ച പരമാർത്ഥം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ചർച്ച ചെയ്യുവാനും ഈ വേദികൾ കാരണമായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനെ പോലും, നല്ല ആരോഗ്യമുള്ള മനുഷ്യരെ പോലും അവരുടെ ജീവൻ സംരക്ഷിക്കുവാൻ പുതിയ മാർഗങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാടുകളും മാറ്റിമറിക്കേണ്ടതും മറ്റ് സിസ്റ്റങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാകേണ്ടത് പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യമാണെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ള ഈ IFPHന്റെ പ്രവർത്തനങ്ങൾക്കും ഇന്ന് നടന്ന പരിപാടിയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ ഷർമദ് ഖാൻ. ഇപ്പൊ അടുത്ത കാലത്ത് ഷർമദ് ഖാന്റെ പുസ്തകം അതെന്തോ വളരെ പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞു എന്നും അടുത്ത പ്രിന്റ് ഇറക്കുന്നു പറയുന്ന ഷർമദ്, പുസ്തകത്തെ കുറിച്ച് പറയാമോ? മരുന്ന് മാത്രമാണോ ചികിത്സ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അടുത്ത പുസ്തകം രോഗിയാകാൻ എന്താണ് ഇത്ര ധൃതി എന്നാണ്. അപ്പൊ ആദ്യ പുസ്തകം വിറ്റ് തീർന്നു, ഇനി അതിന്റെ എഡിഷൻ പുതുതായിട്ട് ഇറക്കണം. രോഗിയാകാൻ ഇത്ര ധൃതി എന്ത് എന്നുള്ള ആ പുസ്തകം അടുത്തുടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഷർമദ് ഖാന്റെ മകനും ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ ഫൈസൽ ഖാൻ. 2 മക്കൾ. ഫൈസലുണ്ട്, ഫിറോസും ഉണ്ട്. 2 മക്കളുണ്ട്. രണ്ടുപേരും ആയുർവേദക്കാരാണ്. അതെ, രണ്ടുപേരും ആയുർവേദക്കാർ. കഴക്കൂട്ടത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം ഇതിൽ വന്നതിലും പങ്കെടുത്തതിലും. നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടറെ, മനോരമയിലെ സുജിത്ത് എത്തിയിട്ടുണ്ടോ ഡോക്ടറെ? ഭാഗ്യലക്ഷ്മി ഡോക്ടറെ ഉണ്ട്, സുജിത്ത് ഉണ്ട് അതിനകത്ത്. ഉണ്ടല്ലേ? ഈ പേരിൽ തന്നെയാണോ? ഐഫോണില് അതെ, ഓക്കെ, ശരി. അപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള മനോരമ. അതിലെ പ്രമുഖനായ വ്യക്തിത്വമാണ് ശ്രീമാൻ സുജിത്ത്.
അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ആശംസ നേരാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ സംസാരിക്കാമോ? ഓ, സംസാരിക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയുടെ ക്ഷണം ത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇത്രയും 1600 ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞ പോലെ ചരിത്ര സൃഷ്ടി തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. അത് നമ്മളൊരു കാര്യം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്തുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അത് ഈ ഡോക്ടർമാര് വിജയകരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവരോടുള്ള അഭിവാദ്യം, സ്നേഹം, നന്ദി എല്ലാം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ വളരെ വിദഗ്ധരായ ആളുകളാണ്. ഞാൻ ഒരു വിദഗ്ധനല്ല. ഞാൻ നിങ്ങളുടെ പുറത്തുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു ഹോമിയോ പേഷ്യന്റ് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പത്രത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ഒരു ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയുണ്ടായി. അതൊന്ന് ചെറിയൊരു കുറിപ്പാണ്, എനിക്ക് തോന്നുന്നത് പക്ഷെ ഒന്ന് വായിക്കുന്ന, നല്ല പ്രസക്ത ഭാഗങ്ങൾ വായിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അത് ഒരു സാഹിത്യകാരനായ കിളിരൂർ രാധാകൃഷ്ണനാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഹോമിയോ ചികിത്സ ശുദ്ധ മണ്ടത്തരമാണെന്നും ഹോമിയോ മരുന്നിൽ മരുന്നൊന്നുമില്ലെന്നും അഭിപ്രായം വിളിച്ചു പോകുന്ന ഒരാളെ ഇപ്പോൾ കണ്ടു. പിന്നെ അദ്ദേഹം നമ്മുടെ പത്രത്തിലെ ഒരു വാർത്തയെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഭാവഗായകൻ ജയചന്ദ്രന്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതില് ജയചന്ദ്രന്റെ പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ ചെന്നൈയിൽ വരെ പോയി ചികിത്സിച്ചിട്ടും ഫലം കാണാതെ വന്നതോടെ ഏറ്റുമാനൂരിലുള്ള ശ്രീകല ഹോമിയോ ക്ലിനിക്കിലെത്തിയ അദ്ദേഹം ഹോമിയോ ചികിത്സ കൊണ്ട് ശബ്ദം വീണ്ടും കിട്ടിയതിന്റെ വാർത്തയും ജയചന്ദ്രൻ ഡോക്ടറുടെ അച്ഛനുമായി നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറുതെ കുരയ്ക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം. അത് പോട്ടെ, അദ്ദേഹം സ്വന്തം അനുഭവം പറയുകയാണ്. അതൊക്കെ പോകട്ടെ, 12 കൊല്ലമായി ഹൃദയത്തിൽ 3 ബ്ലോക്കുകളുമായി ഹോമിയോ മരുന്നിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഇത് എഴുതുന്നത്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്റെ ഹോമിയോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകവും ഈ കിളിരൂർ രാധാകൃഷ്ണൻ സാറ് രചിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരു മോഡേൺ ഡോക്ടർക്കും എന്നെ എതിർക്കാൻ കഴിയില്ല, കാരണം ഹോമിയോ മരുന്നിന്റെ സംരക്ഷണം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്, സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാം, ശരിയാണ്, പക്ഷേ പാർശ്വഫലമില്ലാത്തതും വളരെ ചെലവ് കുറഞ്ഞതും പാവപ്പെട്ടവരുടെ ആശ്രയവുമായ ഹോമിയോപ്പതിക്കെതിരെ ദയവായി കുരയ്ക്കരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പോസ്റ്റർ. അദ്ദേഹം എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ് കിളിരൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി എഴുതുന്ന ആളല്ല. വളരെ മനസ്സിലാക്കി കാര്യങ്ങൾ, നേരത്തെ DC ബുക്സിൽ അദ്ദേഹം ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കോട്ടയത്തൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇത് പൊതുവില് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന ഹോമിയോ ചികിത്സയുടെ ഗുണഫലങ്ങള് അത് എന്താ പറയാ, അത് സ്വായത്തമാക്കിയോ അല്ലെ അത് നേരിട്ട് അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ധാരാളം പേരെ എനിക്കറിയാം. ഞാനും അതിലൊരാളാണ്. എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഈ കിളിരൂർ രാധാകൃഷ്ണൻ സാറിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ പാർശ്വഫലങ്ങളില്ല എന്നുള്ളൊരു കാര്യം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മള് അലോപ്പതി മെഡിസിൻ പോയാൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ചികിത്സ, അല്ലെ? ഇതങ്ങനെയല്ല. ഒരു ഹോളിസ്റ്റിക് ആയ ചികിത്സ, ഒരു വ്യക്തിയുടെ സാമൂഹികവും വൈകാരികവുമായ തലങ്ങൾ കൂടി ഉൾക്കൊണ്ടുള്ള ചികിത്സ, മറ്റ് കുറഞ്ഞ ചികിത്സ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഉണ്ടാകുന്ന ചെലവ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചെലവ് കുറഞ്ഞ ചികിത്സ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും ഏറ്റവും ഒടുവിലത്തെ ഒരു ആശ്രയമായിട്ട് ഹോമിയോയിൽ വരുന്നവരുണ്ട്. അതൊന്ന് മാറുകയാണെങ്കിൽ തന്നെ ഹോമിയോയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടും. എന്നുവെച്ചാൽ പലതും നോക്കി പരീക്ഷിച്ച ശേഷം ഒടുവിൽ അതാണ് ഹോമിയോ നോക്കിയേക്കാം എന്ന് പറഞ്ഞെത്തുന്നവരുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മുടെ ഹോമിയോ ഡോക്ടർമാരും നിങ്ങളൊക്കെ ചിലപ്പോൾ കുഴഞ്ഞു പോയേക്കാം. പക്ഷെ അവർക്ക് മുന്നിലും ഒരു ആശ്രയം, ഒരു പ്രതീക്ഷയുടെ ഇത് ഹോമിയോ വെക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ അതേസമയം ഒരുപാട് വെല്ലുവിളികളും ഈ ഹോമിയോ ഡോക്ടർമാരുടെ സമൂഹം നേരിടുന്നുണ്ട്. പക്ഷെ ഇത്തരം ക്യാമ്പയിനുകളിലൂടെ, ഇത്തരം പ്രചാരണ പരിപാടികളിലൂടെ, ഇത്തരം ബോധവൽക്കരണ പരിപാടികളിലൂടെ ഇതിനെയൊക്കെ മറികടക്കാൻ, ഇതൊക്കെ ഒരു തുടക്കമാണല്ലോ. ആ തുടക്കം ഇങ്ങനെ തുടർച്ചയായിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോഴാണ് പല ആളുകളുടെ തെറ്റിദ്ധാരണകൾ ഇത് പലരും പറഞ്ഞും എടുത്തു. ഇപ്പൊ തന്നെ ചീഫ് വിപ്പ് നമ്മുടെ ജയരാജ് സാറിനെ പോലുള്ള ഇതിൽ പങ്കെടുത്തു. അദ്ദേഹം നാളെ ഈ 1600 വെബിനാറിനെ കുറിച്ച് നാളെ നിയമസഭയിൽ പറഞ്ഞുകൂടാന്നില്ല.
അദ്ദേഹത്തിന് പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്. നിയമസഭയിൽ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളാണ്. അവിടെ ഹോമിയോ ചികിത്സയെക്കുറിച്ച് അദ്ദേഹം പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇത് പുറത്തേക്ക് വരുന്നത് പല രീതിയിൽ നമ്മുടെ മെഡിക്കൽ ശാഖയെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ മെഡിക്കൽ ശാഖയും ഈ ഡോക്ടർമാരെയും ഒപ്പം ഈ ഹോമിയോ ചികിത്സയുടെ ഭാഗമായി ഞങ്ങളെപ്പോലെയൊക്കെയുള്ള പേഷ്യൻസിനെയും ഒക്കെ പലതരത്തിൽ സഹായിക്കും. അത് തീർച്ചയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. എന്നെ ഇവിടെ ഇതിലേക്ക് ക്ഷണിച്ച ഇനിയും ഒരു അവസരം വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. വളരെ നന്ദി. അങ്ങ് പറഞ്ഞ പോലെ മാധ്യമങ്ങളാണ് ഒരു കണക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ കണ്ടം കൊടുത്തത് ഗുരുവായൂരപ്പനാണെങ്കിൽ നമ്മുടെ ജയചന്ദ്രന്റെ നാദം നിലച്ചപ്പോൾ ഹോമിയോപ്പതി ചെയ്യുന്നു. അപ്പൊ രണ്ടും ഏതാണ്ട് ഒരേ തലത്തിൽ തന്നെ സൂക്ഷ്മമായ വൈദ്യമാണ്, അത്ഭുതകരമായ വൈദ്യമാണ്, ദൈവിക വൈദ്യമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പൊ നമ്മുടെ സമയം ഏതാണ്ട് ഇനിയൊരു 10-15 മിനിറ്റ് ഉണ്ട്. നമുക്ക് വിജയകുമാർ ഡോക്ടർ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും സംസാരിക്കണം, അതിലേക്ക് വരാം. ഇതൊരു ആഘോഷം കൂടെയാണല്ലോ. വിജയകുമാർ ഡോക്ടറെ. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഈ 1600ാമത്തെ വെബിനാർ ഇന്ന് ചെയ്യുന്ന ഈ ഐഫീജിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒപ്പിക്കട്ടെ. ഞാൻ ഒരു പഴയ പാട്ട് പാടാം. ഓക്കെ. കേൾക്കാമല്ലേ? കേൾക്കാം. ഓക്കെ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഒഴുകുമി വെണ്ണിലാ പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഉണരുമി സത്ഫലദാസദനം, ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ, മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലെ പാട്ടാണ്. ശരിക്കും ഒരു ഗന്ധർവന്റെ ശബ്ദം തന്നെയാണ് അവിടെ. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. യേശുദാസ് ഉണ്ടാക്കിയ ഒരു മാന്ത്രികത വിജയകുമാർ ഡോക്ടർ ആവർത്തി ചെയ്യാൻ കഴിഞ്ഞു. ഡോക്ടർ നല്ലൊരു ഗായകനാണ്. നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു മുതൽക്കൂട്ടാണ്. സലിംകുമാർ ഡോക്ടറെ.
ഞാനൊരു ഇൻഫർമേഷൻ ഇല്ലാത്ത തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം നേരത്തെ ജയചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ സംഭവം കേരളത്തിൽ വേറൊന്നും ഉണ്ടായിട്ടുണ്ട്. ചിത്ര അയ്യർ എന്ന് പറഞ്ഞിട്ടൊരു ഗായികയുണ്ടല്ലോ, ആ അവരുടെ സൗണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതാണ്. ഒരു വളരെ നിരാശയൊക്കെ ആയിരുന്നു. ആ സമയത്ത് പരേതനായ ഡോക്ടർ വിദ്യപ്രകാശ് ചികിത്സയിലാണ് അത് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയത്. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ഓക്കെ. ഞാനും കൂടെ ഒന്നുകൂടെ കൂട്ടിക്കോട്ടെ. നമ്മുടെ പി ടി ഉഷയുടെ കാല് പണ്ട് പ്രശ്നമായപ്പോ അവസാനം പി ടി ഉഷയുടെ കാല് റെഡിയാക്കി എടുത്തതും ഹോമിയോ മരുന്നിട്ടാണ്. ഓക്കെ ഡോക്ടറെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോമിയോപ്പതി സ്പോർട്സ് മെഡിസിനിലേക്ക് രംഗപ്രവേശത്തിന്റെ കാലം അതിക്രമിച്ച കാരണം കായിക താരങ്ങൾ മരുന്ന് കഴിക്കുകയും അവസാനം ഡോക്ടേഴ്സിൽ ഫെയിലിയർ ആവുകയും ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് അയാൾക്ക് മുക്തി കൊടുക്കാൻ കഴിയുള്ളൂ. ഡോക്ടർ ഗോപകുമാർ, നമ്മുടെ ഒരു അടുത്തൊരു സുന്ദരമായ ഗായകൻ എത്തിയിട്ടുണ്ട്. ഗോപകുമാർ, അത് കഴിഞ്ഞ് ചന്ദ്രമോഹൻ ഡോക്ടറേക്ക് വരാം. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗോപകുമാർ ഡോക്ടറെ. ഞാൻ എല്ലാവർക്കും നമസ്കാരം. 1600-ാം ദിനം ആഘോഷിക്കുന്ന IFPHന് എല്ലാ ആശംസകളും. ഇന്നലെ കയറാൻ പറ്റിയില്ല, തൊണ്ടയും പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നുകൊണ്ട് അപ്പം ജയചന്ദ്രൻ അനുസ്മരണം ആയിരുന്നല്ലോ. അപ്പം ജയചന്ദ്രന്റെ ഒരു ലൈറ്റ് മ്യൂസിക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകും. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലെ ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. തച്ചനിത്തിരി മധുരവുമുപ്പും ചേർത്തന്ന് ചോറൂണു നൽകിയ നട. മുത്തച്ഛനിത്തിരി മധുരവുമുപ്പും ചേർത്തന്ന് ചോറൂണു. ഞാനിന്നു നിൽക്കേ അറിയാതെ ഓർപ്പൂ കനവിൻ മധുരവും കണ്ണീരിനുപ്പും ഒരു നെയ്ത്തിരിയായി തെളിയുന്നു ഹൃദയത്തിലെന്നുടെ പൈതൃകം. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂ പോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂ പോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. അന്നെന്റെ മനസ്സോ സൗന്ദര്യത്തിൻ ആദ്യാനുഭൂതി തന്നാനന്ദമറിഞ്ഞു. നറുനിലാവായിന്നും നിറയുന്നു ഹൃദയത്തിലവളുടെ സൗന്ദര്യം. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. നന്ദി, വളരെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേവരാജൻ മാസ്റ്റർ പാടിയൊരു പാട്ട്, അതായത് ഒന്നിനി സ്തുതി താഴ്ത്തി പാടുക പൂങ്കുയില എന്നുള്ളത്, അത് ജയചന്ദ്രൻ പാടിയിരുന്ന എത്രയോ അപ്പുറമായിട്ട് സൂപ്പറായിട്ട് കേട്ടു നോക്കുക. ഒരു സംഗീത സംവിധായകൻ പാട്ട് പാടും എങ്ങനെ ഇരിക്കുന്നു അറിയാൻ കഴിയും. എന്തായാലും സ്മൃതിയുടെ ചിറകിൽ ഇരിക്കുകയാണ് നമ്മുടെ ഇസ്മായിൽ സേഠ്. സേഠ് സാറേ, സാറിന്റെ ഒരു ആശംസകൾ. സേഠ് സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ?
1600 ദിവസത്തെ കുറിച്ച്. സേട്ട് സാറേ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ സാറേ. സാർ അൺമ്യൂട്ട് ചെയ്യണേ സാറേ, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യേ സാറേ. സാറ് കോ ഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം. ആ എന്താ പറയണത്? നീ കേട്ടില്ല. 1600 ദിവസം ആയില്ലേ സാറിന്റെ ഒരു അത് വിലയിരുത്തൽ? ഞാൻ നേരത്തെ പറഞ്ഞത് ഭംഗി വാക്ക് പോലെ ആയില്ല അല്ലേ? ഇല്ല അത് ഇല്ല. ഞാൻ ഓർത്തില്ല, അങ്ങനെ ആയിപ്പോയി. നമ്മള് പടവെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. IUPACനുള്ള യോദ്ധാക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പൊ 1600 ദിവസം എന്ന് പറഞ്ഞാൽ നിസ്സാരമില്ല. ഇൻറ്ററപ്റ്റഡ് ആയിട്ട് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹോമിയോപ്പതിയുടെ നേട്ടം തന്നെയാണ്. അത്രയും വലിയ ബൃഹത്തായ സംഭവം ഹോമിയോപ്പതി വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഗണനീയമാണ്. ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇന്നവരെ. അതാണ് IUPAC സാധിച്ച കാര്യം. 1600 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു അവധി പോലും എടുക്കാതെ, ഒരു മുടന്നു പോലും കാണിക്കാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റിയെന്നുള്ള കാര്യം ഏറ്റവും നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ടത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്റെ പിക്ചർ പോയി അതുകൊണ്ടാണ് സംശയം വന്നത്. ഇപ്പൊ കിട്ടി. അപ്പം നമ്മളത് നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെച്ചാല് ഹോമിയോപ്പതിയുടെ കാര്യങ്ങൾ, ഹോമിയോപ്പതിയുടെ വളർച്ച മാത്രമാണ് നമുക്ക് ഇന്ന് ഉദ്ദേശമുള്ളൂ. വേറെ ഒന്നും ഉദ്ദേശമില്ല. ഹോമിയോപ്പതിയെ നല്ല തലത്തിൽ എല്ലാ തലങ്ങളിലും ഉയർത്തി കെട്ടുക, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനകത്തുള്ള എല്ലാ നല്ല വശങ്ങളും നല്ല രീതിയിൽ പ്രഗുണമായ രീതിയിൽ പബ്ലിക്കിന് കാണിച്ചു കൊടുത്താൽ പബ്ലിക്കിന് വേറെ ഒരു ആശയക്കുഴപ്പമില്ലാതെ ഹോമിയോപ്പതിയെ ആശ്വസിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗം. അത് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്, യാതൊരു തർക്കവുമില്ല. ആ വിജയം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ എൻ്റെ ഈ വയസ്സുകാലത്ത് അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടി. ഞാൻ 3ാം തലമുറക്കാരൻ. ആരോ പറഞ്ഞു സന്തോഷം, 3ാം മുല ആയിട്ടുണ്ടെങ്കിൽ 4ാം തലമുറയാകാം. എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേട്ടോ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ഞാൻ ഒന്നും വലിയ കഴിവുള്ള ഒരാളൊന്നുമല്ല, സംസാരശേഷി വരെ നല്ലവണ്ണമുള്ള ആളല്ല. എന്നാൽ തന്നെയാണെങ്കിലും UAE ഹോമിയോപ്പതി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴിനി അടുത്ത പടി സൗദി അറേബ്യയിലായിട്ട് അത് ചങ്ങല ഇട്ടിട്ടുണ്ട് ഞാൻ. ചങ്ങല കയറി മുന്നോട്ട് പോകണം. അത് കുറച്ചാളുടെ സഹായങ്ങളുണ്ട്. അത് സാധിച്ചാൽ തീർച്ചയായിട്ടും സൗദി അറേബ്യ എന്ന വലിയൊരു ഭൂഖണ്ഡത്തിലേക്ക് ഹോമിയോപ്പതി അതിൻ്റെതായ രീതിയിൽ പ്രചരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്നും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതിന് കൂടെ ഉണ്ടാവണം. നന്ദി സാർ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഹോമിയോപ്പതി ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കാരണം ഹോമിയോപ്പതി അത്രത്തോളം കഴിവുള്ള ശാസ്ത്രമാണ്. നമുക്ക് ചന്ദ്രമോഹൻ ഡോക്ടറിലേക്ക് പോവാം. ചന്ദ്രമോഹൻ ഡോക്ടറെ. ഡോക്ടർ ഒരു പാട്ടോട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ടോ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. ഹനുമാൻ പറഞ്ഞല്ലോ, ഗോഡ് പെർമിറ്റഡ് ആസ്. അതാണ് സത്യം. ഇത് എങ്ങനെ പോയതെന്ന് വെച്ചാൽ ആർക്കും ഒരു പിടിയില്ല. എങ്ങനെയൊക്കെയോ എത്തി. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഗസ്റ്റിനെ തീരുമാനിക്കാൻ പലരുടെ പുറകെ ഓടി അവസാനം നടന്നില്ല. അവസാനം നമ്മുടെ രാധാവണ വേണ ദേവദൂതയെ പോലെ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ ഏറ്റവും ഉത്തമനായ വ്യക്തിയെ തന്നെ കൊണ്ടുവരികയും ചെയ്തു. എല്ലാം ഈശ്വരന്റെ കാരുണ്യമാണ്. ചന്ദ്രൻ ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ശരി. 1600-ാം ദിവസം എത്തി നിൽക്കുന്ന IUPACന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും ആദ്യം വലിയ നമസ്കാരം. നമ്മുടെ മാസ്റ്റർ ഡോക്ടർ സാമുവൽ ഹനുമാന്റെ അനുഗ്രഹവും ജഗദീശന്റെ അനുഗ്രഹവും എല്ലാം നമ്മളെ ഇവിടം വരെ എത്തിച്ചു. ഞാൻ നമ്മുടെ ഗായകൻ ജയചന്ദ്രൻ ഒരു പാട്ടോട് കൂടി തുടങ്ങാം. കരിമുകിൽ കാട്ടിലെ
രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിടാതെ കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിടാതെ മധുമാസ ചന്ദ്രലേഖ മയങ്ങുന്നു പള്ളി തേരിൽ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരിൽ കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി താങ്ക് യു അപാരമായ സംഗീതം ഉള്ള ശ്രദ്ധേയമായ ഒരു പാട്ടാണ്. ജി വിവേകാനന്ദൻ എഴുതിയ നോവൽ ആദ്യം ചെറുകഥയായിട്ട് എഴുതുകയാണ്, അവസാനം എഴുതി വലുതാവുകയുണ്ടായത്. അദ്ദേഹം ആരോഗ്യരംഗത്തുള്ള ആളായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനായിരുന്നു ജി വിവേകാനന്ദൻ എന്നാണ് ഓർമ്മ. എന്തായാലും നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. IFPHന്റെ ജോയിന്റ് സെക്രട്ടറിയായ ജിതി മാഡത്തെ ആദരപൂർവ്വം ഈ പരിപാടിക്ക് നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഇന്ന് നമ്മുടെ 1600ാമത്തെ ദിന പരിപാടിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇരിക്കാം. 2020 സെപ്റ്റംബർ 13-നാണ് ഇത് തുടങ്ങിയത്, സൂം സെഷൻ തുടങ്ങിയത്. നമ്മുടെ ഇസ്മയിൽ സാട്ട് സാറും ഷാജി കുടിയർ സാറും സലാഹുദ്ദീൻ സാറ്, ബിലാല്, ഫിറോസ്, ഫൈസൽ ഇവരെല്ലാവരുടെ ചേർന്ന് കൂട്ടായ്മയിൽ അവർ തീരുമാനിച്ച് നമ്മുടെ ലാൽ ജോസ് സാറാണ് ആദ്യം വന്ന് ഉദ്ഘാടനം ചെയ്തത്. അന്ന് തുടങ്ങിയ വെബിനാറ് ഇന്ന് 1600 ദിവസം നമ്മൾ പങ്കിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ 24 hours നിർത്താതെയുള്ള സൂം നടത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യക്കാരും പങ്കെടുത്തു. 48 hours ഉറങ്ങാതെ ഇരുന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തി നമ്മൾ ഇത്രയും നല്ലൊരു ഇതിലിരിക്കുമ്പം കുറച്ച് ആൾക്കാര് നമ്മൾ മറക്കാതിരിക്കാൻ പറ്റില്ല. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നമ്മൾ പറയുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയും ഗംഭീര, അതായത് വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജയരാജ് കാഞ്ഞിരപ്പള്ളി MLA സാറിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുന്നു. സാറിന്റെ വാക്കുകൾ ശരിക്കും നമ്മൾ ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല വാക്കുകളായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ പ്രദീപ് CS, ഡോക്ടർ സോനിഷസ് പ്രഭാകരൻ, ഡോക്ടർ ഷർമദ് ഖാൻ, ഇവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ എടുത്തു പറയേണ്ടതാണ്.
വളരെ നല്ല പിന്നെ ആശംസയാണ് അർപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും വെറൈറ്റി ആയിട്ടുള്ളത്. നമ്മുടെ സലാഹുദ്ദീൻ സാർ നമ്മുടെ സ്വന്തം സലാഹുദ്ദീൻ സാറാണ്. ഇന്ന് വരെ നമ്മൾ ഇത് നടത്തിക്കൊണ്ടിരിക്കാൻ അത്രയും നമ്മളെ സഹായിച്ച നമ്മുടെ സ്വന്തം സലാഹുദ്ദീൻ സാറിന്. പിന്നെ മലയാള മനോരമയിലെ സുജിത് സാറ് ആ പറഞ്ഞ വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സാറിനും അദ്ദേഹത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ വിക്രമൻ സാർ, കേരള കൗമുദി. പിന്നെ നമ്മുടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഷാലുരാജൻ നന്നായിട്ടാണ് സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്വന്തം ഷാലുരാജന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മനോജ് സാറ് ഇപ്പൊ കുറേ നാളായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ സെഷൻസ് ആണ് ഇത് നമ്മള് ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ലവേഴ്സ്, പബ്ലിക്, ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു സെഷനുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടത്. അപ്പൊ അതിനൊരു കളർഫുൾ ആക്കാനായി വേണ്ടി സാറ് ശ്രമിക്കുന്ന, സാറിന്റെ ഒരു ഇല്ലാത്ത സമയത്തും സാർ ഇത്രയും എഫേർട്ട് ഇടുന്ന സാറിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുന്നു. പിന്നെ ധനേഷ് സാറ്, പിന്നെ ഇത്രയും ധനേഷ് സാറ് ചെയ്യുന്ന എഫേർട്ടും ഗംഭീരമാണ്. പിന്നെ നമ്മുടെ ഈ സെഷനുകളെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ സജിത്ത് എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റർ മേക്കിംഗ് ചെയ്യുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിപ്പോ നമ്മൾ 1600 ദിവസം കഴിഞ്ഞു. ഈ 1600 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും നമ്മൾ പബ്ലിക്കിന്, ഒരുപാട് ആൾക്കാർക്ക് ഈ ഹോമിയോപ്പതി വിശ്വസിക്കാനും അതിലൂടെ ഈ മരുന്നുകളാണെങ്കിലും സ്ട്രോങ് ആയിട്ട് എനിക്കിത് കഴിക്കാം, എല്ലാ അസുഖത്തിനും മരുന്നുണ്ടെന്ന് അറിയിക്കാൻ നമുക്ക് കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പം ഇതിനകത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. ആ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനായിട്ട് നമ്മുടെ ഹ്യൂബർട്ട് സാർ ഗംഭീരമായിട്ട് അന്നുള്ള വീഡിയോസ് കട്ട് ചെയ്ത് സാറിന് ഇല്ലാത്ത സമയം ഉണ്ടാക്കി സാർ ഇടുന്നുണ്ട്. നമ്മളെല്ലാവരും ആ വീഡിയോ കാണുകയും അതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IFPH ചെയ്യുന്ന എഫേർട്ടിന് ഗുണമുണ്ടാവും. പിന്നെ നമ്മുടെ എല്ലാ ശൈല മാം, നമ്മുടെ മറിയാമ്മ ജോൺ മാം, ഒരുപാട് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ. അതേപോലെ നമ്മളിനി മലയാള സെഷന് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് പുതിയ പുതിയ പല പ്രോഗ്രാമും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചത് ഗംഭീരമാക്കണം. അപ്പൊ ഇതില് നമ്മുടെ IFPHന്റെ സെക്രട്ടറി കിരൺ ചന്ദ് തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എല്ലാവർക്കും നമ്മുടെ IFPHന്റെ ബോർഡ് മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും, എല്ലാ ഡോക്ടേഴ്സിനും, സ്റ്റുഡൻസിനും നമുക്കിനി ഇത് ഇന്ന് മുതൽ പുതിയ രീതിയിൽ ഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. എല്ലാവർക്കും IFPHന്റെ പേരിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ സ്വന്തം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വളരെ നന്ദി. നമ്മുടെ 24-ാം തീയതി സുകുമാർ അഴീക്കോട് അനുസ്മരണമാണ്. ഡോക്ടർ ഷീബ ആണ് അനുസ്മരണം നടത്തുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ബിനു ഫ്രാൻസിസ്, കോർപ്പറേഷൻ IAS കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. അങ്ങനെ പരിപാടികൾ ഇനിയും ഉണ്ട് ധാരാളം. ഈ പറഞ്ഞ പഴശ്ശിയിലെ യുദ്ധങ്ങൾ തീർന്നിട്ടില്ല. ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സുഖനിദ്ര നേരുന്നു.